മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വിതുരൻ്റെ ഉപദേശമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വിതുരൻ്റെ ഉപദേശങ്ങളിൽ ചിലത് വീണ്ടും വായിക്കുന്നു. ഏതൊരു രാജാവ് അഥവാ നേതാവ്, ലീഡർ ഈ പ്രമാണങ്ങൾ ശരിയായി അറിയുന്നുവോ, പ്രത്യേകിച്ചും ധർമ്മം, അർത്ഥം എന്നീ വിഷയങ്ങളിൽ വേണ്ടത്ര ജ്ഞാനം നേടിയിരിക്കുന്നുവോ, ധാർമ്മികമായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ധാർമ്മികമായിട്ട് അർത്ഥസമ്പാദനം, ധനം സമ്പാദനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ അറിവ് നേടേണ്ടത്, അങ്ങനെ അറിയുന്ന ഒരു ലീഡർക്ക്, ഒരു രാജാവിന് മാത്രമേ തൻ്റെ രാജ്യത്തിൽ സ്ഥായിയായി പ്രതിഷ്ഠ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിയെ മാത്രമേ സ്ഥിരമായിട്ട് നേതാക്കന്മാരായിട്ട്, നേതാവായിട്ട് സ്വീകരിക്കുകയുള്ളൂ. ഇത് കേരളത്തിൻ്റെ കാര്യമല്ല. കേരളത്തിൽ എങ്ങനെ വേണമെങ്കിലും സമ്പത്ത് ഉണ്ടാക്കാം. 2 കോടിയോ 5 കോടിയോ 10 കോടിയോ ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ വിതുരന്റെ ഉപദേശം ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും ബാധകമല്ല. രാജ്യം കിട്ടിക്കഴിഞ്ഞുവല്ലോ എന്ന് കരുതി അനുചിതമായ പ്രവർത്തികൾ ആരംഭിക്കരുത്. ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് യോജിക്കാത്തത് പലതും ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യരുത്. രാജ്യം കിട്ടിക്കഴിഞ്ഞുവല്ലോ എന്ന് വിചാരിച്ച് ഉചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. വിനയശൂന്യത ഐശ്വര്യത്തെ വളരെ വേഗത്തിൽ നശിപ്പിക്കുന്നു. വ്യക്തികളുടെ ധാർഷ്ട്യം, അഹങ്കാരം, അസൂയ, താൻ എല്ലാത്തിനും അതീതനാണ് എന്നുള്ള ധാരണ, ഇതിനെയാണ് വിനയശൂന്യത എന്ന് പറയുക. അത് ഐശ്വര്യത്തെ നശിപ്പിക്കുന്നു. അയാൾക്കെതിരെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ് ഇന്ന് രാവിലത്തെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നത്. എന്ത് ധാർഷ്ട്യത്തോടു കൂടിയാണ് അയാൾ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിരുന്നത്, ഒരു മന്ത്രിയാണെങ്കിൽ കൂടി. അടുത്ത പോയിന്റ്, മത്സ്യം നല്ല സ്വാദുള്ളതായ ഇരയെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഇരുമ്പിന്റെ ചൂണ്ട കാണാതെ അത്യാഗ്രഹം കൊണ്ട് കൊത്തി വിഴുങ്ങുന്നു. അതിന്റെ പിന്നിൽ കെട്ടിയിരിക്കുന്ന ചരടിനെയും മത്സ്യം കാണുന്നില്ല. ചൂണ്ടയിൽ മത്സ്യത്തെ പിടിക്കുമ്പോൾ മത്സ്യം പലപ്പോഴും ആ ഇരയെ സ്വാദോടുകൂടി തനിക്ക് കഴിക്കാൻ കിട്ടിയിരിക്കുന്നു എന്ന് ധരിച്ച് കഴിക്കുന്നു. പക്ഷേ ആ ചൂണ്ടയുടെ ഉള്ളിലുള്ള, ഇരയുടെ ഉള്ളിലുള്ള കൊളുത്തിനെ മത്സ്യം അറിയുന്നില്ല. ആ കൊളുത്തിന്റെ പുറകിലുള്ള ചരടിനെ മത്സ്യം അറിയുന്നില്ല. പലപ്പോഴും കേരളത്തിൽ ഓരോരുത്തർക്കും സംഭവിക്കുന്ന അത് തന്നെയാണ്. നേതാക്കന്മാർക്കും മറ്റുള്ളവർക്കും ധാരാളം പേര് കള്ളനോട്ടടിക്കുകയും മയക്കുമരുന്ന് കടത്തുകയും ധാർഷ്ട്യത്തോടുകൂടി ഭരിക്കുകയും കൈക്കൂലി വാങ്ങിക്കുകയും സ്വജനങ്ങളെ എല്ലാം പിടിച്ച സ്ഥാനങ്ങളിൽ അവരോധിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ആ ചൂണ്ടയും കൊളുത്തും പലപ്പോഴും അവരറിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. ശ്രേയസ്സിനെ കാക്ഷിക്കുന്നവൻ വായിൽ കൊള്ളാവുന്നതിനെ മാത്രം ഗ്രസിക്കണം. ഗ്രസിച്ചതിനെ ഭജിക്കുവാൻ സാധിക്കണം. ഭജിക്കുന്നത് പരിണാമത്തിൽ ഹിതകരമായിരിക്കണം. ദഹനക്രിയയ്ക്ക് ശേഷം ശരീരത്തെ പോഷിപ്പിക്കുന്നതായിരിക്കണം അവ. ഇതാണ് ശ്രേയസ്സിലേക്കും ആരോഗ്യത്തിലേക്കുമുള്ള മാർഗം. നമ്മുടെ വായിൽ കൊള്ളുന്നത് മാത്രമേ കഴിക്കാവൂ. ആ കഴിച്ചത് നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കണം. ആ ചവച്ചരച്ച് കഴിക്കുന്നത് ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം. ആ ശരീരം സ്വീകരിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നന്മ വരുത്തുന്നതായിരിക്കണം. ഇതേപോലെയാണ് ഏത് വ്യക്തികളും നേതാക്കന്മാരും ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ കാര്യത്തിൽ ഇയാൾ ഇടപെടുന്നത് കൊണ്ട് പ്രയോജനമുള്ള കാര്യമായിരിക്കണം. ആ ഇടപെട്ട് കഴിഞ്ഞാൽ ആ കാര്യം വിജയത്തിലെത്തണം. വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കണം. അതിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ലഭിച്ചാൽ അതിൻ്റെ പ്രതിഫലനം സമൂഹത്തിലും വ്യക്തിയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാവൂ. നല്ല ഭക്ഷണം ശരീരത്തെ പോഷിപ്പിക്കുന്നു. നല്ല കർമ്മങ്ങൾ സമൂഹത്തെ പോഷിപ്പിക്കുന്നു. വൃക്ഷങ്ങളിൽ നിന്ന് പച്ചക്കായകൾ പറിച്ചെടുക്കുന്നവൻ പഴങ്ങളുടെ സ്വാദ് അറിയുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് അത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് അതാണ് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്ന് പറഞ്ഞ് വീമ്പിളക്കുകയും അല്ലെങ്കിൽ അഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ കർമ്മത്തിന്റെ ഫലത്തിന്റെ മഹത്വം അയാൾ അറിയുന്നില്ല. ആ വൃക്ഷത്തിന്റെ ബീജത്തെ തന്നെയും അയാൾ നശിപ്പിക്കുന്നു. പലപ്പോഴും പല പ്രവർത്തികളും ചെയ്യുന്നവര് പകുതിക്ക് വെച്ച് അത് നിർത്തുകയോ അല്ലെങ്കിൽ തിന്മകൾ ചെയ്ത് അവസാനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി കണ്ട് മറ്റു പലരും പല പ്രവൃത്തികളും നന്മ നിറഞ്ഞത് ഏറ്റെടുക്കാനുള്ള അവസരം പോലും ഇല്ലാതെയാകുന്നു. ഇടയ്ക്ക് വെച്ച് പച്ചക്കായ പറിച്ച് വൃക്ഷത്തെ എടുക്കുമ്പോൾ പഴുത്ത ഫലം പറിച്ചെടുക്കുന്നതായാൽ ആ പഴം സ്വാദുള്ളതായിരിക്കും. പഴുത്ത പഴം പറിച്ചെടുക്കുന്നതായാൽ ആ പഴം സ്വാദുള്ളതായിരിക്കും. മാത്രമല്ല
ആ പഴത്തിൽ നിന്ന് വൃക്ഷത്തെ വീണ്ടും വളർത്തുവാനുള്ള ബീജവും കിട്ടുന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിന്റെ ബലം മാത്രം നോക്കിയാൽ പോരാ, ആ കർമ്മത്തിന്റെ ബലത്തിൽ നിന്ന് വീണ്ടും കർമ്മം ചെയ്യാനുള്ള അഭിവാഞ്ച മറ്റുള്ളവരിലേക്ക് വരികയും അത് വീണ്ടും വീണ്ടും ബീജത്തെ തരികയും ചെയ്യുന്നു. ഒരു പഴം എടുക്കുകയാണെങ്കിൽ ആ പഴത്തിന്റെ സ്വാദേറിയ ഭാഗം നമുക്ക് കഴിക്കുകയും ചെയ്യാം, അതിൻ്റെ ബീജം വിത്ത് ഉപയോഗിച്ച് കൂടുതൽ വൃക്ഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം എന്ന് പറയുന്ന പോലെ തേനീച്ച, വണ്ട എന്നീ ഷഡ്പദങ്ങൾ പൂക്കളെ നോവിക്കാതെ ഏതു വിധത്തിലാണോ അവയിൽ നിന്ന് തേൻ ശേഖരിക്കുന്നത്, അതേ പ്രകാരമായിരിക്കണം മഹാരാജാവെ പ്രജകളെ കഷ്ടപ്പെടുത്താതെ അവരിൽ നിന്ന് കരം പിരിക്കേണ്ടത്. ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ പ്രജകൾക്ക് അതൊരു ദുഃഖമാകാത്ത വിധത്തിൽ വേണം കരം പിരിക്കാൻ. എങ്ങനെയാണോ ചിത്രശലഭങ്ങൾ പൂവിനെ നോവിക്കാതെ തേനെടുക്കുന്നത്, അതേപോലെ മാലകെട്ടുകാരൻ എങ്ങനെയാണോ ഓരോ പൂക്കളായി ഇറുത്തെടുക്കുന്നത്, ഞെട്ടിയോടെ പൊട്ടിച്ചെടുക്കാതെ പൂവിനെ മാത്രം എടുക്കുന്നത്, ചെടിയെ കേടുവരുത്താതെ, അതുപോലെ തന്നെ രാജാവ് പ്രജകളെ ദോഹിക്കാതെ അവരിൽ നിന്ന് കരം പിരിക്കണം. ചൂള വെച്ച് കരിയുണ്ടാക്കുന്നവൻ മരം മുറിക്കുന്നത് പോലെ രാജാക്കന്മാർ പ്രജകളോട് പെരുമാറരുത്. ചൂള വെച്ച് മരം കത്തിച്ച് അതിൽ നിന്ന് കരി ഉണ്ടാക്കുന്ന ആളെ പോലെ നശിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് തിന്മയുടെ മാർഗത്തിലൂടെ ധാർഷ്ട്യത്തിലൂടെ അധികാരത്തിന്റെ ബലം ഉപയോഗിച്ച് ജനങ്ങളിൽ നിന്ന് കരം പിരിക്കരുത്. ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് തനിക്ക് എന്താണ് ഗുണം, ചെയ്യാതിരുന്നാൽ എന്താണ് ദോഷം എന്നിങ്ങനെ കർമ്മങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ ഗഹനമായി ചിന്തിച്ചിട്ട് വേണം പുരുഷൻ തൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ. ഒരു നേതാവ്, ഒരു രാജാവ്, ഒരു ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് ചെയ്തത് കൊണ്ടുള്ള ഗുണം എന്താണ്, ചെയ്യാതിരുന്നാലുള്ള ഗുണം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഏതെങ്കിലും കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ. ചില കർമ്മങ്ങൾ ആരംഭിക്കാൻ തന്നെ യോഗ്യങ്ങളല്ല, അവ ദിവസേന ചെയ്യുവാൻ സാധ്യമാവുന്നതേയുമല്ല. അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്ന പുരുഷയത്നം തികച്ചും നിരർത്ഥകമായി തീരും. ചില കാര്യങ്ങൾ ചെയ്തിട്ട് പ്രയോജനമില്ല, ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടരുത്, അത് നിരന്തരം ചെയ്യാനും സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കലാണ് നല്ലത്. ഈ കേരളത്തിൽ ധാരാളം ആചാര്യന്മാര് യജ്ഞം നടത്തുന്നുണ്ട്, അഗ്നിഷ്ടോമം നടത്തുന്നുണ്ട്, അഗ്നികാര്യം നടത്താൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് നിരന്തരം നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ആചാര്യന്മാർ ചിലർക്ക് ദീക്ഷ കൊടുക്കുന്നു, ദീക്ഷാ മന്ത്രം കൊടുക്കുന്നു, അതുപോലെ തന്നെ അഗ്നിഷ്ടോമം യാഗം നടത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ എത്ര കാലം നടക്കും? ധാരാളം വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, പണ്ട് ഞാനത് ചെയ്തിരുന്നു, ഇപ്പം ചെയ്യാറില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ എന്തിനാ ദീക്ഷ വാങ്ങിക്കാൻ പോകുന്നത്? നിങ്ങൾക്കതിന് പറ്റില്ല, ദീക്ഷ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ ദീക്ഷ മേടിച്ചു, പക്ഷെ എനിക്കൊരു ഇത്തിരി നോൺ വെജിറ്റേറിയൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റണില്ല. ആര് പറഞ്ഞു ദീക്ഷ വാങ്ങിക്കാനായിട്ട്? ഞാൻ എൻ്റെ വീട്ടിൽ അഗ്നിഷ്ടോമം നടത്തുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വേണം, അപ്പോൾ ഞാനത് ചെയ്യാമോ? എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിന് അഗ്നിഷ്ടോമം യാഗം വീട്ടിൽ ചെയ്യാൻ തുടങ്ങി? ഇനി അത് തുടങ്ങിയതിന് ശേഷം നിർത്തിക്കഴിഞ്ഞ് ആ അഗ്നിഷ്ടോമമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ കേൾക്കുന്നവരെന്താ പറയുക? താൻ എന്തിനാ യാഗകർമ്മം നിർത്തിയത്, അഗ്നിഷ്ടോമം എന്തിനാ നിർത്തിയത്, അതുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പല കർമ്മങ്ങളും ചെയ്യാതിരിക്കുക. അഗ്നിഷ്ടോമം ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ദീക്ഷ സ്വീകരിക്കുന്നതും തെറ്റാണെന്നല്ല പറഞ്ഞത്. അത് തുടർന്നുകൊണ്ട് ആ ആചാരാനുഷ്ഠാനത്തിലൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് 21ാം നൂറ്റാണ്ടില്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിലേക്ക് ഇറങ്ങി പുറപ്പെടല്ലേ. ചിലരുടെ സന്തോഷം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല, ക്രോധം കൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. അത്തരക്കാരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാൻ പ്രജകൾ ഇഷ്ടപ്പെടുന്നില്ല. ചിലർക്ക് കുറെ സന്തോഷമുണ്ടായി, അയാൾ സന്തോഷിച്ചാലും നമുക്കൊരു പ്രയോജനമില്ല, അയാൾക്ക് ദുഃഖം വന്നാലും നമുക്കൊരു പ്രയോജനമില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മൂലധനം അല്പവും ലാഭം അധികവുമായ ഉദ്യമങ്ങൾ വേഗത്തിൽ ആരംഭിക്കുവാൻ ബുദ്ധിമാനായ പുരുഷൻ തയ്യാറാകുന്നു. നല്ല വൈസായിട്ടുള്ള പീപ്പിൾ, ഇന്റലിജന്റ് അല്ല, വിസ്ഡമുള്ള വ്യക്തികൾ, മൂലധനവും എഫർട്ടും കുറവുള്ളത്, റിസൾട്ടും പ്രോഫിറ്റും കൂടുതലുള്ള പ്രവൃത്തികൾ ആദ്യം ചെയ്യാൻ തുടങ്ങണം. അത്തരം പ്രവൃത്തികളെ യാതൊന്നും തടസ്സപ്പെടുത്തുന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. ഏതൊരു രാജാവ് തൻ്റെ പ്രജകളെയും എല്ലാവരെയും സമദൃഷ്ടിയോടെ വീക്ഷിക്കുന്നുവോ ആ രാജാവ് വെറുതെ ഇരുന്നാൽ കൂടി പ്രജകൾ അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ആദരിക്കുന്നു.
എല്ലാവരെയും ഒരേപോലെ കാണാൻ ശ്രമിക്കുക. തൻ്റെ സ്വജനങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് ഓഫീസിലും അധികാരത്തിലൊക്കെ കുത്തി തിരുകി പിന്നെ സ്വജനപക്ഷപാതം നടത്തുന്നു എന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവനവൻ്റെ ബന്ധുക്കളെ ഓരോ സ്ഥലത്തും അവരോധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സമദൃഷ്ടിയോടുകൂടി കാണലല്ല. തൻ്റെ ആൾക്കാരെ, തൻ്റെ വീട്ടുകാരെ, തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ അവഹേളിതരാകുന്നു. പൂത്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ കായ്ക്കാത്തതും, കായ്കൾ ഉള്ളതും എന്നാൽ കയറി പറിക്കാൻ പറ്റാത്തതും, പഴുത്തിട്ടില്ലെങ്കിലും പഴുത്ത നിറത്തിലുള്ള ഫലങ്ങളോട് കൂടിയതുമായ വൃക്ഷത്തെ പോലെ ഇരിക്കണം രാജാവ്. രാജാവ് എങ്ങനെ ഇരിക്കണം? പൂത്തുകൊണ്ടിരിക്കുന്നതായിരിക്കണം. എന്നാൽ അത് വലുതായിട്ട് കായ്ക്കില്ല എന്നുള്ളത്. ചിലപ്പോൾ കായ്കൾ ഉള്ളതായിരിക്കണം, എന്നാൽ കയറി പറിക്കാൻ പറ്റാത്തതാണ്. പിന്നെ പഴുത്തതാണെന്ന് തോന്നുകയും വേണം, എന്നാൽ പഴുത്തിട്ടും ഇല്ല. അങ്ങനെയുള്ള വൃക്ഷങ്ങളെ പോലെ ആയിരിക്കണം രാജാവ്. എന്നാൽ അദ്ദേഹത്തെ ആരും ആക്രമിക്കുകയില്ല. ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നല്ല, ഇങ്ങനെ ആരും ആക്രമിക്കുകയില്ല. ഏതൊരു രാജാവ് തൻ്റെ പ്രജകളെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സന്തുഷ്ടരാക്കുന്നുവോ ആ പ്രജകൾ രാജാവിന് സദാ സന്തുഷ്ടരാക്കുന്നു. രാജാവിനെ സദാ സന്തുഷ്ടരാക്കുന്നു. ഓർമ്മിക്കാം, ഏതൊരു ലീഡർ രാജാവ് തൻ്റെ പ്രജകളെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സന്തോഷിപ്പിക്കുന്നു, ആ രാജാവിനെ എല്ലാവരും ഇഷ്ടപ്പെടും. നായാട്ടുകാരനായ വേടനെ മാൻപേട എന്ന പോലെ ഏതൊരു രാജാവിനെ പ്രജകൾ സദാ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ അത്രയേറെ പരാക്രമശാലിയായിരുന്നാൽ കൂടിയും ആ രാജാവിനെ പ്രജകൾ തിരസ്കരിക്കുന്നു. എത്ര പരാക്രമശാലിയും എത്രയധികം സമ്പത്തുള്ളവനുമാണെങ്കിലും ജനങ്ങൾ രാജാവിനെ ഭയപ്പെടുന്നു എങ്കിൽ ആ ഭയം ഉണ്ടാക്കുന്ന രാജാവിനെ ജനങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അനയത്തിൽ സ്ഥിതനായ അവിഹിതമായ കർമ്മങ്ങൾ ചെയ്യുന്ന രാജാവ് പരമ്പരാഗതമായി കൈവന്ന രാജ്യശ്രീയെ സ്വന്തം ദുരാചാരം കൊണ്ട് ഛിന്ന ഭിന്നമാക്കി നശിപ്പിക്കുന്നു. ഒരു നയവുമില്ലാതെ, ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അവിഹിതങ്ങളായ കർമ്മങ്ങൾ, നല്ലതല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നത് രാജാവ് തനിക്ക് ലഭിച്ച രാജ്യത്തെ തികച്ചും തിന്മ നിറഞ്ഞ രീതിയിൽ നശിപ്പിക്കുന്നു. പൂർവീകരായ സജ്ജനങ്ങൾ ആചരിച്ചു വരുന്ന ധർമ്മങ്ങൾ യഥാവിധി ആചരിക്കുന്ന രാജാവിൻ്റെ രാജ്യം സമ്പദ് സമൃദ്ധി കൊണ്ട് സമ്പൂർണ്ണമാകുന്നു. ഐശ്വര്യം ക്രമേണ വർദ്ധിച്ചുകൊണ്ടേയുമിരിക്കുന്നു. ഓർമ്മിക്കുക, നല്ല നല്ല കർമ്മങ്ങൾ നമ്മുടെ പൂർവീകർ ചെയ്തത് തുടർന്നുകൊണ്ടേ പോവുക. നല്ല നല്ല കർമ്മങ്ങൾ മറ്റ് രാജാക്കന്മാർ ചെയ്യുന്നത്, ലീഡർമാർ ചെയ്യുന്നത് കണ്ട് അതും നമ്മളുടെ രാജ്യത്തിൽ, നമ്മളുടെ കൂട്ടത്തിൽ ചേർക്കുക. അങ്ങനെ വരുമ്പോൾ രാജ്യം നിരന്തരമായിട്ട് പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. പ്രണാമം, നമസ്കാരം.